ശബാഷ്, വെരി ഗുഡ്. ഓ സർദാർ, ഫിറ്റ്നസിൽ നീ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നിന്നെ കൊണ്ട് വീട് നന്നായിട്ട് നോക്കാൻ കഴിയാ? ഗുഡ്. 3 സെറ്റ് ചെയ്ത് തീർക്കുന്നത് വരെ നിങ്ങൾ ആരും ആഹാരം കഴിക്കാൻ പാടില്ല. സർദാർ, ഇതാണ് ഇന്ന് നിന്റെ ഡ്യൂട്ടി. ഞാൻ ഓഫീസിലേക്ക് പോവാണേ. ബൈ. എന്റെ അമ്മോ, എന്റെ അടപ്പിളകിയേ. കൊച്ചളിയ, കാല് ട്രാഫിക് ലൈറ്റ് പോലായി. അപ്പുറത്തെ വീട്ടിലെ ഖന്നയെ കണ്ട ആദ്യം അവന്റെ മൂക്ക് തല്ലി പൊട്ടിക്കണം. അവനാണ് മാഡത്തിന് ഫിറ്റ്നസിന്റെ വട്ടിളക്കിയത്. അതെ ബ്രോ, ആ പൂവാലം ഒരുത്തം കാരണമാ നമ്മുടെ അടപ്പ് ഇങ്ങനെ ഊരുന്നേ. എന്റെ ഫയൽ വാനെ, മാഡം പോയി. പിന്നെ എന്തിനെങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുന്നേ? 3 സെറ്റ് പൂർത്തിയാക്കണം. അത് നമുക്ക് മാഡം തന്ന ഓർഡർ ആണ്. ആ പൂർത്തിയാക്ക. മാഡം ഓഫീസിലിരുന്ന് നോക്കാൻ പോവല്ലേ? കൊച്ചളിയ, ഓഫീസിലിരുന്ന് മാഡത്തിന് എങ്ങനെ വീട്ടിൽ നടക്കുന്ന കാണാൻ പറ്റും? എടാ മണ്ടാ, ബണ്ണി പറഞ്ഞത് അത് തന്നെയാണ്. പക്ഷെ ബണ്ണി പറഞ്ഞത് ഓഫീസിൽ നിന്ന് മാഡം നോക്കുന്നാ. ഇനിയും നീ ഇതുപോലത്തെ മണ്ടത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചു നിന്റെ പല്ലിയാൻ താഴെ ഇടും. എന്റെ തലയ്ക്ക് വട്ട് പിടിപ്പിക്കല്ലേ. പക്ഷെ തലയ്ക്ക് ഭ്രാന്തല്ലേ പിടിക്കുന്നത്? അത് നിന്നെ കാരണം നേരത്തെ പിടിച്ചു. രാവിലെ എഴുന്നേറ്റ് വന്നോളും മനുഷ്യനെ ചോറിയാനായിട്ട്. എനിക്ക് ദേഷ്യം വരുന്നതിന് മുമ്പ് മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. കൊച്ചളിയ, നമുക്ക് ഗാർഡനിലേക്ക് പോവാം. അവിടെ അവള് വരും. അവിടെ നിക്ക. മാഡം പറഞ്ഞതല്ലേ 3 സെറ്റ് തീർക്കുന്നതിന് മുൻപ് ആരും ഒന്നും കഴിക്കാൻ പാടില്ല. എന്റെ പൊന്നോ, ഒന്നും കഴിക്കില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗാർഡനിൽ പോകണ്ടെന്നല്ല. പുറത്തു പോയാലും 3 സെറ്റ് തീർക്കുന്നതിന് മുൻപ് ഒന്നും കഴിച്ചേക്കരുത്. ഉത്തരവ് ബ്രോ. മൂന്ന് സെറ്റ് പൂർത്തിയാക്കി. ഞാനും പൂർത്തിയാക്കി. അങ്ങനെ പറയല്ലേ. ശരി എന്നാ, ഇന്നു മുതൽ സത്യം മാത്രമേ ഞാൻ പറയൂ. സത്യമല്ലാതെ ഞാൻ വേറൊന്നും പറയുകയുമില്ല. ഞാൻ മേഡത്തിനോട് ഈ സത്യം പറയാം. ഹണിയും ബണിയും 3 സെറ്റ് പൂർത്തിയാക്കുന്നതിന് മുൻപ് നീ അവരെ പുറത്തേക്ക് അയച്ചു. പോട്ടെ, പിസ്സ കഴിക്കുന്നോ നീ? ആ, മൈക്രോ ഓവനിൽ വെച്ച് 1 മിനിറ്റ് ചൂടാക്കി എടുത്തോണ്ട് വാ. എടേ, താഴെ പോവാം, വാ. ഞങ്ങളതിന് ചത്തിട്ടില്ല. എന്താ നശിപ്പിച്ചു മനുഷ്യനെ പണിയാക്കാനായിട്ട്? എന്റെ അമ്മോ. എന്തുവാണ് ഇത്? അത് പൊട്ടിപ്പോവല്ലോ. ഹായ് ഹണി. ഹായ്. പൊന്നളിയ, അത് കിറ്റിക്കാ പറഞ്ഞത്. അത് എനിക്ക് മനസ്സിലായടേ. സോറി ഡാർലിംഗ്, കുറച്ച് ലേറ്റ് ആയി പോയി. നോ പ്രോബ്ലം. ഫിറ്റ്നസിന് വേണ്ടി ലേറ്റ് അതുകൊണ്ട് ഞാൻ നിന്നോട് ഒന്നും ചോദിക്കുന്നില്ല. ലെറ്റ്സ് ഗോ, പാർട്ടി ടൈം. എടാ അളിയ, ഈ കിറ്റിയെ കാണുമ്പോ ഹൃദയത്തിൽ എന്തൊക്കെയോ. ഒരു കാര്യം പറയട്ടെ അളിയ, ആ കണ്ടം പൂച്ച കിറ്റിയോടൊപ്പം കറങ്ങുന്നത് അത്ര നല്ലതല്ല. അവനൊരു ബോഡി ബിൽഡർ ആയതുകൊണ്ട് അവക്കിട്ട് നല്ല ഇടി കൊടുക്കുമല്ലോ.
നമുക്കും ബോഡി ബിൽഡർ ആവണം. ആ എന്നിട്ട് ആ കണ്ടം പൂച്ചയ്ക്ക് നല്ല 2 എണ്ണം കൊടുക്കണം. അളിയാ, കണ്ടം പൂച്ചയ്ക്ക് വേണ്ടിയല്ല, കിറ്റിക്ക് വേണ്ടിയ ബോഡി ബിൽഡർ ആവണ്ടേ. പക്ഷേ കുഞ്ഞളിയ, നമ്മൾ എന്തിനാ കിറ്റിയെ തല്ലേണ്ടത്? പൊന്നളിയാ, തല്ലാൻ വേണ്ടിയല്ല, കിറ്റിക്ക് ബോഡി ബിൽഡറെ ഭയങ്കര ഇഷ്ടമാ. നീ വാ, നമുക്കിപ്പൊ തന്നെ തുടങ്ങാം. ഔ. ഔ, ഔ. ആ. നാശം. എന്താ അളിയാ? കൊച്ചളിയ, ഞാൻ നിന്നെ വിളിച്ചതല്ല, ഷൂ നാറുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, നിങ്ങൾ രണ്ടാളും ഇവിടെ എന്ത് ചെയ്യുവാ? ബോഡി ബിൽഡിംഗ് ചെയ്യാണ്. ഏയ്, ഇങ്ങനെ ചെയ്താ മസിൽ കയറൂല. ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കേ? തന്റെ ആരോഗ്യം നോക്ക്. 5 മിനിറ്റ് വ്യായാമം ചെയ്യുമ്പോ കുഴഞ്ഞു വീഴുന്ന ആളാ. എടാ കൊച്ചനെ, കോച്ച് ഗ്രൗണ്ടിലേക്ക് പോയെന്ന് വെച്ച് സെഞ്ചുറി അടിക്കാറില്ല. അദ്ദേഹം പറഞ്ഞു കൊടുക്കും. സെഞ്ചുറി അടിക്കുന്നത് ക്രിക്കറ്ററാടേ. ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കണ്ട, ബോഡി ബിൽഡിംഗ് ചെയ്യണ്ടേ. എടാ, ദൈവം ബുദ്ധി തരുന്ന സമയത്ത് നീ എന്താ പഴംപൊരി കഴിക്കാൻ പോയിരുന്നോ? പറടാ. ഡോ തത്തേ, താൻ ഞങ്ങൾക്ക് ബോഡി ബിൽഡിംഗ് പറഞ്ഞു തരുമോ? ആ, മിസ്റ്റർ ഇന്ത്യ എന്റെ ഒരു പഴയ കൂട്ടുകാരനാ. പെട്ടെന്നൊന്നും മസിൽ വെക്കില്ല. അതിനുവേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തോണ്ടിരുന്ന മസിൽ എങ്ങനെയാ വലുതാവുക? അല്ല, ആർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യണ്ടേ? എടാ മണ്ടന്മാരിൽ മരമണ്ട, ഒന്നും മിണ്ടാതിരി. ഫോളോ മീ. സർസമീന്റെ ജിം ബോഡിക്ക് എന്റെ സലാം. എന്റെ പോപ്പട്ടി കുട്ട വാളയാ കണ്ടിട്ട് പറ കാണാനല്ല. ക്ലോസ് ഫ്രണ്ട് ആണെന്നാ തോന്നുന്നേ. എന്റെ കുഞ്ഞുനാളിലെ കൂട്ടുകാരനാ. എന്താടാ ഇങ്ങോട്ട് പെട്ടെന്ന്? അത് പിന്നെ എന്റെ കൂട്ടുകാരിക്ക് ഒന്ന് ബോഡി ബിൽഡർ ആവണം. ഇത് നിന്റെ ജിമ്മായിട്ട് വിചാരിച്ചാ മതി. നീ തുടങ്ങിക്കോ, ഞാൻ പോയി പാല് കുടിച്ചിട്ട് വരാം. നന്നായിട്ട് ചെയ്യണം. വേഗം തന്നെ തുടങ്ങിക്കോ. മേഡം ഇത് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വളരെയധികം സന്തോഷിക്കും. എടേ, പ്ലേറ്റ്സ് എടുക്ക്. ഞങ്ങൾ ഇവിടെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി വന്നതാ, തിന്നാൻ വേണ്ടി വന്നതല്ല. റാഡില് പ്ലേറ്റ്സ് എടുത്ത് കേറ്റ്. ഏ? അമ്മച്ചി, എന്തൊരു ഭാരാ ഇത്. എടാ, ഉള്ളതിൽ വെച്ച് ഇതാണ് ചെറുത്. ഇതിലും കുറഞ്ഞ ഭാരം വേണമെങ്കിൽ പേപ്പർ പ്ലേറ്റ്സ് വല്ലതും മേടിക്കേണ്ടി വരും. ബ്രോ, നമുക്കുള്ള വെയിറ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കാം. ആ ഹായ് ബ്രോ. ഏ? കലക്കി പൊളിച്ചു തിമിർത്തു. മൾട്ടി പർപ്പസ് ഡോഗ അല്ലേ? കലക്കി ഒന്നുകൂടെ. എന്തായാലും എന്റെ പണി യവന്മാര് തന്നെ തീർക്കും. ഞാനൊരു ഐഡിയ പറയട്ടെ. നാളെ മുതൽ ജിമ്മിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇവനെ വെച്ച് വീട്ടിൽ തന്നെ ചെയ്യാന്നേ. എന്തായി, വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞോ? ആ, പക്ഷെ മസിൽ മാത്രം വരുന്നില്ല. അതൊക്കെ വന്നോളൂ എന്റെ വായേ. 8-9 മാസം വർക്കൗട്ട് ചെയ്താ മതി. എന്തോന്ന് 8-9 മാസോ? ആ, ചിലപ്പോ 1-2 വർഷം പിടിക്കും. എടാ പൊപ്പട്ടെ, നേരത്തെ പറയാത്തെന്താ? നിന്നെ ഞാൻ തോരൻ വെക്കടാ, തോരൻ. അടപ്പിളകിയേ. കൊള്ളാലോമാരെ, എന്റെ മുന്നിൽ വെച്ച് തന്നെ എന്റെ കൂട്ടുകാരനെ തല്ലാൻ നോക്കുകയാണോ? ആ, ആ, ആ. ആ, ആ, ആ. കൊച്ചളിയ, എക്സസൈസ് സംഭവം തന്നെയാ. മസിലൊക്കെ വന്നു. പൊന്നടിയാ, അത് മസിലല്ല. ആ കള്ള തത്ത ഇടിച്ച് പദം വരുത്തിയതാ.
എന്റെ സോർദാറേ, നമ്മുടെ കൊച്ചവന്മാരെ കണ്ടോ നീ? രണ്ടുപേർക്കും മസിലുകളൊക്കെ കയറിയപ്പോ അടിപൊളിയായിട്ടുണ്ട്.